മോർണിംഗ് ഓൾ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മാപ്പിംഗ് ഫങ്ഷൻ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷിനെ പറ്റി പറഞ്ഞു, ക്യാഷിൻ്റെ യൂസ് പറഞ്ഞു. മെയിൻ മെമ്മറിയിലെ സ്പീഡ് ആക്സസ് ടൈം വളരെ കൂടുതലാണ്. അതുകൊണ്ട് പ്രോസസ്സറിന് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ വെയിറ്റിംഗ് ടൈം റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിൻ മെമ്മറിക്കും പ്രോസസ്സറിനും ഇൻ ബിറ്റ്വീൻ ആയിട്ട് മെയിൻ മെമ്മറിയേക്കാൾ ചെറിയൊരു മെമ്മറി ഇൻസേർട്ട് ചെയ്യുന്നു, അതാണ് ക്യാഷ്. എന്നിട്ട് നിയർ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യുന്ന പ്രോഗ്രാംസിനെയും ഡേറ്റേനെയും മെയിൻ മെമ്മറിയിൽ നിന്ന് ക്യാഷിലേക്ക് ലോഡ് ചെയ്ത് വെക്കുന്നു. അപ്പോൾ പ്രോസസ്സർ റിക്വസ്റ്റ് ചെയ്യുന്ന ടൈമിൽ അതിൻ്റെ റിക്വസ്റ്റ് ക്യാഷിൽ നിന്ന് തന്നെ ഫുൾഫിൽ ചെയ്യാൻ പറ്റും. അതാണ് ക്യാഷിൻ്റെ അഡ്വാൻറ്റേജ്. ഇനി മെയിൻ മെമ്മറിയിലെ ഏത് ബ്ലോക്കിനെ അല്ലെങ്കിൽ ഏത് ഡേറ്റേനെ ക്യാഷിൻ്റെ ഏത് പൊസിഷനിലേക്ക് മാപ്പ് ചെയ്യണം, അത് പറയുന്നതാണ് മാപ്പിംഗ് ഫങ്ഷൻ. ഇതിനൊരു എക്സാമ്പിൾ പറയാം. ഒരു ക്യാഷ് ഉണ്ട്. ആ ക്യാഷിന് 128 ബ്ലോക്സ് ഉണ്ട്. ഓരോ ബ്ലോക്കിലും 16 വേർഡ്സ് വീതമുണ്ട്. അപ്പോൾ ടോട്ടലി 128 ഇൻറ്റു 16 2048, അതായത് 2K വേർഡ്സ് ഉണ്ട്. ഇനി ഒരു മെയിൻ മെമ്മറി ഉണ്ട്. ആ മെയിൻ മെമ്മറി 16 ബിറ്റ് അഡ്രസ്സാണ് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ മെയിൻ മെമ്മറിയിൽ 4K ബ്ലോക്സ് ഉണ്ട്. 4K എന്ന് പറയുമ്പോൾ 4 ഇൻറ്റു 1024, അത്രയും ബ്ലോക്ക് ഉണ്ട്. ആ ഓരോ ബ്ലോക്കിലും 16 വേർഡ്സ് വീതമുണ്ട്. അപ്പോൾ ടോട്ടലി 4 ഇൻറ്റു 1024 ഇൻറ്റു 64K വേർഡ്സ് ഉണ്ട്. ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ മെയിൻ മെമ്മറിയിലെ ഏതൊക്കെ ബ്ലോക്കിനെ ക്യാഷിൻ്റെ ഏതൊക്കെ ബ്ലോക്കിലേക്ക് മാപ്പ് ചെയ്യണം, ഇതാണ് ശരിക്കും മാപ്പിംഗ് ഫങ്ഷൻ പറയുന്നത്. ഈ ഒരു എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ ലെക്ചറിൽ യൂസ് ചെയ്യുന്നത്. മാപ്പിംഗ് ഫങ്ഷൻ 3 ഉണ്ട്. ആദ്യത്തേതാണ് ഡയറക്റ്റ് മാപ്പിംഗ്, ദെൻ അസോസിയേറ്റീവ് മാപ്പിംഗ്, ദെൻ സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ടെക്നിക്കാണ്. ഇതിൽ മെയിൻ മെമ്മറിയുടെ ജേത്ത് ബ്ലോക്ക് ക്യാഷ് മെമ്മറിയുടെ ജെ മോഡുലോ 128 എന്ന് പറയുന്ന ബ്ലോക്കിലേക്കായിരിക്കും മാപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മെയിൻ മെമ്മറിയിലെ ഒന്നിൽ കൂടുതൽ ബ്ലോക്സിനെ ക്യാഷിൻ്റെ ഒരേ ബ്ലോക്കിലേക്ക് തന്നെ മാപ്പ് ചെയ്യേണ്ടി വരും. അതിവിടെ നോക്കാം. മെമ്മറി ബ്ലോക്ക് 0, 128, 256 അപ് ടു 3968, ഇത്രയും ബ്ലോക്കും ക്യാഷിലെ 0th ബ്ലോക്കിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. അതിന് റീസൺ ഉണ്ട്. ജേത്ത് ബ്ലോക്ക് ഓഫ് മെയിൻ മെമ്മറി മാപ്സ് ടു ജെ മോഡുലോ 128 ബ്ലോക്ക് ഓഫ് ക്യാഷ് എന്നല്ലേ പറയുക. അതായത് ഇപ്പോൾ 0th മെമ്മറി ബ്ലോക്ക് 0 നോക്കാം. 0 മോഡുലോ 128, അതിൻ്റെ റിമൈൻഡർ 0 തന്നെ. അപ്പോൾ ബ്ലോക്ക് 0യിലേക്ക് ഇവിടെ റിമൈൻഡറാണ് നോക്കുന്നത്. 128 മോഡുലോ 128, അതും റിമൈൻഡർ 0 ആണ്. ദെൻ 256 മോഡുലോ 128, അതും 0 ആണ്. അങ്ങനെയാണ് ക്യാഷ് ബ്ലോക്ക് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ 1, 129, 257 ഇതെല്ലാം ബ്ലോക്ക് 1ലേക്കും 127, 255 അപ് ടു 4095 ഇങ്ങനെയുള്ള മെമ്മറി ബ്ലോക്കെല്ലാം ബ്ലോക്ക് 31ലേക്കും മാപ്പ് ചെയ്യും. അപ്പം ഒരു ക്യാഷ് ബ്ലോക്കിലേക്ക് എത്ര മെമ്മറി ബ്ലോക്സ് മാപ്പ് ചെയ്യുമെന്ന് കണ്ടുപിടിക്കാൻ മെയിൻ മെമ്മറിയിൽ ടോട്ടലി 4096 ബ്ലോക്സ് ഉണ്ട്. ക്യാഷ് മെമ്മറിയിൽ 128 ബ്ലോക്സ് ഉണ്ട്. അപ്പോൾ 4096 ഡിവൈഡഡ് ബൈ 128 ഈക്വൽ ടു 32. അതായത് ഒരു ക്യാഷ് ബ്ലോക്കിലേക്ക് 32 മെമ്മറി ബ്ലോക്സ് മാപ്പ് ചെയ്യും. അപ്പം ഒരു ക്യാഷ് ബ്ലോക്കിലേക്ക് 32 മെമ്മറി ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി ഇവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റുമോ? എന്നാൽ ഒരു കാര്യം ആലോചിക്കുക, അറ്റ് എ ടൈം ഒരു ബ്ലോക്കായിരിക്കും ക്യാഷ് ബ്ലോക്കിലുണ്ടാവുക. എന്നാൽ ഈ 32 എണ്ണത്തിനും ഇതേ ക്യാഷ് ബ്ലോക്കിലേക്ക് തന്നെ മാപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓരോ ടൈമിലും ഏതാണോ നിയർ ഫ്യൂച്ചറിൽ യൂസ് ചെയ്യാൻ പോകുന്ന ബ്ലോക്ക് അതിനെ ആയിരിക്കും കറസ്പോണ്ടിങ് ക്യാഷ് ബ്ലോക്കിലുണ്ടാവുക. ഇനി ഈ 32 എണ്ണം ഒരേ ബ്ലോക്കിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം കറൻ്റ്ലി ഏത് ബ്ലോക്കാണ് ക്യാഷ് ബ്ലോക്കിലുള്ളത്, ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ടാഗ് ബിറ്റ്. ടാഗ് ബിറ്റ് കമ്പയർ ചെയ്യും. അതായത്
മെമ്മറിയുടെ ടാഗും മെയിൻ മെമ്മറിയുടെ ടാഗും ക്യാഷിൻ്റെ ടാഗും കൂടെ കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ മാച്ച് ഉണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് ബ്ലോക്ക് ക്യാഷിൽ പ്രസൻ്റ് ആണ്. മാച്ച് ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഒരു ക്യാഷ് മിസ് എന്നാണ്. അതായത് ആ ബ്ലോക്കിനെ അപ്പോൾ മെയിൻ മെമ്മറിയിൽ നിന്ന് തന്നെ ലോഡ് ചെയ്യണം. ഇവിടെ ക്യാഷ് ഫുള്ളായിട്ടില്ലെങ്കിൽ കൂടെ കണ്ടൻഷൻ പ്രോബ്ലം ഉണ്ട്. കാരണം ഒരേ ക്യാഷ് ബ്ലോക്കിലേക്ക് തന്നെ മോർ ദാൻ 1, അതായത് ഏകദേശം 32, ഏകദേശമല്ല കറക്റ്റായിട്ടും 32 മെയിൻ മെമ്മറി ബ്ലോക്സിനെ മാപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരേ ക്യാഷ് ബ്ലോക്കിലെ തന്നെ 2 മെയിൻ മെമ്മറി ബ്ലോക്കിനെ പ്രോസസ്സർ ആക്സസ് ചെയ്യുവാണെങ്കിൽ അവിടെ ക്യാഷ് മിസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഒരേ ക്യാഷ് ബ്ലോക്കിലുള്ള 2 ബ്ലോക്കിനെയാണ് ആക്സസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം ഏതെങ്കിലും ഒരെണ്ണത്തിനെ അവിടെ ഒരു ടൈം റിസൈഡ് ചെയ്യാൻ പറ്റൂ. അപ്പം എന്തായാലും ഒരെണ്ണം മെയിൻ മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഒരു ക്യാഷ് മിസ് ഉണ്ടാവും. അതിനെ ത്രാഷിങ് എന്ന് പറയും. അതായത് ക്യാഷ് മിസ് വളരെ കൂടുതലായിട്ടുള്ള കേസിനെയാണ് ത്രാഷിങ് എന്ന് പറയുന്നത്. ഇനി കണ്ടൻഷനെ റിസോൾവ് ചെയ്യാനുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ആണ്. അതായത് ന്യൂ ബ്ലോക്കിന് ഓൾഡ് ബ്ലോക്കിനെ റീപ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കലാണ് റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം ചെയ്യുന്നത്. അത് യൂസ് ചെയ്ത് കണ്ടൻഷൻ റിസോൾവ് ചെയ്യാം. ഡയറക്റ്റ് മാപ്പിംഗ് എന്ന് പറയുന്ന മെത്തേഡ് വളരെ സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവാണ്, പക്ഷേ അത്രയും ഫ്ലെക്സിബിൾ അല്ല. അതിൻ്റെ ഫ്ലെക്സിബിലിറ്റിയുടെ കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. അതായത് ഡിഫറെൻ്റ് ആയിട്ടുള്ള 32 ബ്ലോക്സിനെ ഒരേ ക്യാഷ് ബ്ലോക്കിലേക്ക് തന്നെയാണ് മാപ്പ് ചെയ്യുന്നത്. അപ്പം ഒരു ബ്ലോക്കിൽ തന്നെയുള്ള 2 മെമ്മറി ബ്ലോക്കിനെ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സർ ആക്സസ് ചെയ്യുന്ന ടൈമിൽ അവിടെ കണ്ടൻഷൻ ഫീൽ ചെയ്യും. ഇനി ഇവിടെ 16 ബിറ്റ് മെമ്മറി അഡ്രസ്സസ് ആണ് പറഞ്ഞു. ആ 16 ബിറ്റിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിവിടെ കാണാം. മെയിൻ മെമ്മറി അഡ്രസ്സിനെ 3 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 4 ബിറ്റ് ലോവർ ഓർഡർ 4 ബിറ്റ് യൂസ് ചെയ്യുന്നത് ഒരു ബ്ലോക്കിൽ 16 വേർഡ്സ് ഉണ്ട്. ആ 16 വേർഡ്സിൽ ഏതിനെയാണോ പ്രോഗ്രാം അല്ലെങ്കിൽ പ്രോസസ്സർ ആക്സസ് ചെയ്യുന്നത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലോവർ ഓർഡർ 4 ബിറ്റ് യൂസ് ചെയ്യുന്നത്. ദെൻ 7 ബിറ്റ് യൂസ് ചെയ്യുന്നത് ഏത് ബ്ലോക്കാണെന്നറിയാൻ വേണ്ടിയിട്ടാണ്. മെയിൻ മെമ്മറിയിലെ ഈ ബ്ലോക്ക് ക്യാഷിൽ ഏത് ബ്ലോക്കിലേക്കാണ് മാപ്പ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 7 ബിറ്റ്. ദെൻ ഹയർ ഓർഡർ 5 ബിറ്റ് യൂസ് ചെയ്യുന്നത് ടാഗ് ബിറ്റാണ്. ടാഗ് ബിറ്റ് എന്ന് പറഞ്ഞാൽ 32 മെമ്മറി ബ്ലോക്കിനെ ഒരു ക്യാഷ് ബ്ലോക്കിലേക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പം ആ 32 എണ്ണത്തിൽ ഏത് ബ്ലോക്കാണ് ഇപ്പോൾ കറൻ്റ്ലി ക്യാഷ് ബ്ലോക്കിലുള്ളത് അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടാഗ് ബിറ്റ് ഉള്ളത്. ഓക്കെ, ഇനി ഒരു ഡയറക്റ്റ് മാപ്പിംഗ് എക്സാമ്പിളാണ്. നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ആ അഡ്രസ്സിൽ ഹയർ ഓർഡർ 5 ബിറ്റ്സ് ടാഗാണ്. ദെൻ ബ്ലോക്കിൻ്റെ 7 1 ആണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ എടുക്കുമ്പോൾ 127 എന്ന് കിട്ടും. അതിൻ്റെ അർത്ഥം ഇത് മാപ്പ് ചെയ്തിരിക്കുന്നത് ക്യാഷിൻ്റെ 127ാമത്തെ ബ്ലോക്കിലേക്കാണ്. ദെൻ ആ 127ാമത്തെ ബ്ലോക്ക് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ടാഗ് നോക്കുക. ആ ടാഗും ഈ അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ടാഗും മാച്ച് ഉണ്ടോ എന്ന് നോക്കുക. മാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് ആ കറസ്പോണ്ടിങ് ബ്ലോക്ക് ഈ ക്യാഷ് ബ്ലോക്കിലുണ്ട്. മാച്ച് ഇല്ലെങ്കിൽ എൻ്റെ അർത്ഥം ഒരു ക്യാഷ് മിസ് എന്നാണ്. അപ്പോൾ അതിനെ മെയിൻ മെമ്മറിയിൽ തന്നെ എടുക്കണം. ഓക്കെ, അങ്ങനെ ഒരു മാച്ചുള്ള കേസിൽ പിന്നെ ഇതിൻ്റെ ലോവർ ഓർഡർ 4 ബിറ്റ്സ് നോക്കുക. 1100, അതിൻ്റെ ഇക്വലൻ്റ് ഡെസിമൽ 12 എന്നാണ്. അതായത് 127ാമത്തെ ബ്ലോക്കിലെ 12ാമത്തെ വേർഡാണ് ഇവിടെ റിക്വസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ ടാഗ് ബിറ്റായിരിക്കും പറയുക. ഇതാണ് ഡയറക്റ്റ് മാപ്പിംഗ്. ഇതിൻ്റെ ഡയഗ്രം നിങ്ങൾക്കിവിടെ കാണാം. മെയിൻ മെമ്മറിയിൽ 0 തൊട്ട് 4095 വരെയുള്ള 4K ബ്ലോക്സ് ഉണ്ട്. ദെൻ ക്യാഷിലേക്ക് നോക്കുക, അവിടെ 0 തൊട്ട് 127 വരെയുള്ള 128 ബ്ലോക്സ് ഉണ്ട്. ഓരോ ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ടാഗ് എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ ടാഗും അഡ്രസ്സിലെ ടാഗൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഈ ബ്ലോക്ക് ഇപ്പോൾ ക്യാഷിലുണ്ടോ എന്ന്
നോക്കുന്നത്. ഇതാണ് ഡയറക്റ്റ് മാപ്പിംഗ്. അടുത്ത ടെക്നിക്കാണ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഇത് ഡയറക്റ്റ് മാപ്പിങ്ങിനേക്കാൾ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഡയറക്റ്റ് മാപ്പിങ്ങിൽ ഏതൊക്കെ മെമ്മറി ബ്ലോക്ക് ഏത് ക്യാഷ് ബ്ലോക്കിലേക്ക് പോകണം, മാപ്പ് ചെയ്യണമെന്ന് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ അങ്ങനെയില്ല. ഏത് മെമ്മറി ബ്ലോക്കിനും ഏത് ക്യാഷ് ബ്ലോക്കിലേക്കും മാപ്പ് ചെയ്യാം അല്ലെങ്കിൽ പ്ലേസ് ചെയ്യാം. അതാണ് അതിൻ്റെ ഒരു ഫ്രീഡം. അപ്പോൾ എന്താണ്, നേരത്തെ ഒരേപോലത്തെ, അതായത് 32 ബ്ലോക്സ് ഒരേ ബ്ലോക്കിലേക്ക് തന്നെ മാപ്പ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ ഒരു 32 എണ്ണത്തിൽ ഒരുമിച്ച് കുറേ എണ്ണം വന്നാൽ അതിനിരിക്കാൻ പ്ലേസ് ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ അങ്ങനെയില്ല. അങ്ങനെ കുറേ എണ്ണം വന്നു കഴിഞ്ഞാൽ അതിനെ ഫ്രീ ആയിട്ടുള്ള ക്യാഷ് ബ്ലോക്കിലേക്ക് അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ഫ്രീഡം അസോസിയേറ്റീവ് മാപ്പിങ്ങിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ അഡ്രസ്സിനെ 2ആയിട്ടേ ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. 16 ബിറ്റ് അഡ്രസ്സിനെ 4 ബിറ്റ് വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും, അതായത് 16 വേർഡ്സിൽ ഏതാണ് ഐഡൻറ്റിഫൈ ചെയ്യാനും. ദെൻ ടാഗ് ബിറ്റ് ഇവിടെ 12 ആണ്. അതായത് മെയിൻ മെമ്മറിയിലെ 4096 ബ്ലോക്കിൽ ഏതാണ് ഏത് ക്യാഷ് ബ്ലോക്കിലേക്ക് ഇരിക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ടാഗ് ബിറ്റിനെ കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി, അതവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇവിടെ കണ്ടോ, മെയിൻ മെമ്മറിയിൽ 0 to 4095, ക്യാഷിൽ 0 to 127. കറസ്പോണ്ടിങ് ആയിട്ട് ടാഗ് ബിറ്റ്സും ഉണ്ട്. ദെൻ മെയിൻ മെമ്മറി അഡ്രസ്സിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ടാഗ് എന്നും വേർഡ് എന്നും. പ്രോസസ്സറിൽ നിന്ന് റിസീവ് ചെയ്യുന്ന ടാഗ് ബിറ്റ്സിനെ ക്യാഷിലെ എല്ലാ ബ്ലോക്കിൻ്റെയും ടാഗ് ബിറ്റുമായിട്ട് കമ്പയർ ചെയ്യണം, ഡിസൈഡ് ബ്ലോക്ക് അവിടെ ഉണ്ടോ എന്നറിയാൻ. ഇതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ്. ഈ ടാഗ് ബിറ്റ് എല്ലാ 128 ബ്ലോക്സിൻ്റെ ടാഗ് ബിറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. എന്നാൽ ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെ കേസിൽ അങ്ങനെയില്ല. അവിടെ ഒരു ബ്ലോക്ക് പറഞ്ഞിട്ടുണ്ട്, ആ ബ്ലോക്കിൻ്റെ ടാഗ് ബിറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. ഓക്കെ, ഇത് കുറച്ച് ഫ്ലെക്സിബിളാണ്. ക്യാഷ് സ്പേസിനെ ഇത് എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നൊരു കാര്യം ആവശ്യമായി വരുന്നത് ക്യാഷ് ഫുള്ളാവുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ ഏതൊരു പുതിയ ബ്ലോക്ക് വന്നാലും ആ ക്യാഷിൻ്റെ ഏതെങ്കിലും ഒരു സ്പേസിലേക്ക് അലോക്കേറ്റ് ചെയ്യും. ഇനി എല്ലാം ഫുള്ളാണെങ്കിൽ മാത്രം കറൻ്റ്ലി ക്യാഷിൽ റിസൈഡ് ചെയ്യുന്ന ഒരു ബ്ലോക്കിനെ റിമൂവ് ചെയ്യണം. അപ്പോൾ അങ്ങനെ റിമൂവ് ചെയ്തിട്ട് പുതിയ ഒരെണ്ണത്തെ കൊണ്ടുവരണം. ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് റീപ്ലേസ്മെൻറ്റ് പോളിസി അല്ലെങ്കിൽ റീപ്ലേസ്മെൻറ്റ് അൽഗോരിതംസ് യൂസ് ചെയ്യണം. അതിൽ പല സ്ട്രാറ്റജീസാണ് യൂസ് ചെയ്യുന്നത്, ഓരോ റീപ്ലേസ്മെൻറ്റ് അൽഗോരിതം. അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലോവർ ഓർഡർ 4 ബിറ്റ് യൂസ് ചെയ്യുന്നത് വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള 12 ബിറ്റ്സും ടാഗാണ്. അപ്പോൾ ഇങ്ങനെ ഒരു അഡ്രസ്സ് കിട്ടുമ്പോൾ ആദ്യം കമ്പയർ ചെയ്യുന്ന ഈ ടാഗ് ബിറ്റും ക്യാഷിലെ എല്ലാ ബ്ലോക്കിനെയും ടാഗ് ബിറ്റുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിന് മാച്ച് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് മെമ്മറിയിലെ ഒരു ബ്ലോക്ക്, ഈ റിക്വസ്റ്റ് ചെയ്ത ബ്ലോക്ക് ക്യാഷിലുണ്ട് എന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് വേർഡ് 12th വേർഡ് എടുക്കുക. അതാണ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ലാസ്റ്റ് വണ്ണാണ് സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്. ഇത് ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെയും അസോസിയേറ്റീവ് മാപ്പിംഗ് ടെക്നിക്സിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ക്യാഷ് ബ്ലോക്കിനെ സെറ്റായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ക്യാഷ് ബ്ലോക്സിനെ ഗ്രൂപ്പ് ചെയ്തിട്ട് സെറ്റ്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറിയിലെ ബ്ലോക്കിനെ ക്യാഷിലെ ഒരു സെറ്റിനുള്ളിലേക്കാണ് മാപ്പ് ചെയ്യുന്നത്. ആ സെറ്റിൽ ഏത് ബ്ലോക്കിൽ വേണമെങ്കിലും അതിനെ റിസൈഡ് ചെയ്യാം. നേരത്തെ നമ്മളൊരു ബ്ലോക്കിലേക്കാണ് മാപ്പ് ചെയ്തത്, ഇവിടെ ഒരു സെറ്റിലേക്ക് മാപ്പ് ചെയ്യും. ആ സെറ്റിനുള്ളിൽ ഉള്ള ഏത് ബ്ലോക്കിലേക്ക് വേണമെങ്കിലും മെയിൻ മെമ്മറിയിലെ ഈ ബ്ലോക്കിനെ പ്ലേസ് ചെയ്യാം. ഇനി നമ്പർ ഓഫ് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഡിസൈൻ പാരാമീറ്ററാണ്. അത് ഓരോ ഡിസൈനും ഡിപ്പെൻഡ് ചെയ്യും.
ഇനി ഒരു എക്സ്ട്രീം കേസ് പറയാം. എല്ലാ ബ്ലോക്കും ഒരേ സെറ്റിൽ തന്നെ വരിക. എല്ലാ ബ്ലോക്കും ഒരു സെറ്റ്. അപ്പോൾ എന്താണ് എല്ലാ ബ്ലോക്കും ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ? അസോസിയേറ്റീവ് മാപ്പിംഗ് ആയിട്ട് വരും. അതായത് എല്ലാ ബ്ലോക്കും ഒരു സെറ്റ് എന്ന് പറയുമ്പോൾ മെയിൻ മെമ്മറിയിലെ ഏത് ബ്ലോക്കിന് വേണമെങ്കിലും ക്യാഷ് മെമ്മറിയിലെ ഏത് ബ്ലോക്കിലേക്ക് വേണമെങ്കിലും അസൈൻ ചെയ്യാം. കാരണം എല്ലാ ബ്ലോക്കും ഒരേ ഒരു സെറ്റേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്കിനെ ഒരു സെറ്റിലേക്ക് അസൈൻ ചെയ്യും. ആ സെറ്റിലുള്ള ഏത് ബ്ലോക്കിലേക്ക് വേണമെങ്കിലും അതിനെ പ്ലേസ് ചെയ്യാം. അപ്പം എല്ലാ ബ്ലോക്കും കൂടെ ചേർന്ന് ഒരു സെറ്റാണെങ്കിൽ മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്കിനെ എടുത്ത് ഈ ഒരു സെറ്റിലേക്ക് അസൈൻ ചെയ്യും. ഈ സെറ്റിലെ ഏത് ബ്ലോക്കിലേക്കും അസൈൻ ചെയ്യാം. ഒരേ ഒരു സെറ്റേ ഉള്ളൂ. അപ്പം ആ സെറ്റിൽ എല്ലാ ബ്ലോക്കും ഉണ്ട്. അതിൻ്റെ അർത്ഥം അത് അസോസിയേറ്റീവ് ആണ്. നേരത്തെ പറഞ്ഞാൽ ഫുൾ അസോസിയേറ്റീവ് മാപ്പിങ്ങിന് ഈക്വലൻ്റ് ആണ്. ഇനി വേറൊരു എക്സ്ട്രീം ഉണ്ട്. അതായത് ഒരു സെറ്റിൽ ഒരു ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഓരോ മെമ്മറി ബ്ലോക്കിനെയും ഒരു സെറ്റിലേക്ക് അസൈൻ ചെയ്യും. ആ സെറ്റിൽ ഏത് ബ്ലോക്കിൽ വേണമെങ്കിലും അതിനെ പ്ലേസ് ചെയ്യാം. ആ അസൈൻ ചെയ്യുന്ന സെറ്റിൽ ഒരേ ഒരു ബ്ലോക്കേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഓരോരോ മെമ്മറി ബ്ലോക്കിനും കറസ്പോണ്ടിങ് ആയിട്ട് ഒരേ ഒരു ബ്ലോക്കേ ഉള്ളൂ. അതെന്താണ് ഡയറക്റ്റ് മാപ്പിങ്ങിന് ഈക്വലൻ്റ് ആവും. അപ്പം 2 എക്സ്ട്രീം കേസസ് പറഞ്ഞു. ഒരെണ്ണം എല്ലാ ബ്ലോക്സും കൂടെ ഒരു സെറ്റിലാവുന്ന കേസ്, അത് അസോസിയേറ്റീവ് മാപ്പിംഗ് ആവും. ദെൻ ഓരോരോ സെറ്റിൽ ഓരോ ബ്ലോക്ക് ഇതേ ഉള്ളൂ, അത് ഡയറക്റ്റ് മാപ്പിംഗ് ആവും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും അല്ലാത്ത കേസസാണ് സാധാരണയായിട്ട് യൂസ് ചെയ്യാറ്. അതായത് ഒരു സെറ്റിലുള്ള ബ്ലോക്കിനെ ഡിസൈഡ് ചെയ്യാം. അപ്പോൾ അത് എല്ലാ ബ്ലോക്കും അല്ലെങ്കിൽ ഓരോ ബ്ലോക്കും അല്ലാത്ത ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളൊരു നമ്പർ എടുക്കാം. സെറ്റിൻ്റെ സൈസ് പറയാം കെ എന്ന്, ഇപ്പോൾ ഒരു ജനറലായിട്ട് കെ എന്ന് പറയാം. അപ്പോൾ കെ എന്ന് പറയുന്ന കേസിൽ അതിന് കെ വേ അസോസിയേറ്റീവ് എന്ന് പറയും. അപ്പോൾ കെൻ്റെ വാല്യൂ 2 ആണ്, 2 വേ അസോസിയേറ്റീവ്. ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ കാണാം മെയിൻ മെമ്മറി 0 to 4095 ചേഞ്ച് ഒന്നുമില്ല. എന്നാൽ ക്യാഷ് മെമ്മറി നോക്കിക്കേ, ക്യാഷ് മെമ്മറിയിൽ ബ്ലോക്ക് 0യും ബ്ലോക്ക് 1ഉം കൂടെ ചേർത്തിട്ട് സെറ്റ് 0, ബ്ലോക്ക് 2ഉം 3യും ചേർത്തിട്ട് സെറ്റ് 1, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും 64 സെറ്റ് ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്, മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്കിനെ മാപ്പ് ചെയ്യുന്നത് ഒരു സെറ്റിലേക്കായിരിക്കും. ആ ഒരു സെറ്റിലേക്ക് വന്നാലോ അതിന് ഇഷ്ടമുള്ള ആ സെറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഏത് ബ്ലോക്ക് വേണമെങ്കിലും അതിന് അസൈൻ ആവാം. അപ്പോൾ സെറ്റ് 0 ആണെങ്കിൽ അവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ബ്ലോക്ക് 0യും ഉണ്ട്, ബ്ലോക്ക് 1ഉം ഉണ്ട്. അപ്പോൾ നമ്മൾ മെയിൻ മെമ്മറിയിലെ ഒരു ബ്ലോക്കിനെ ഈ ഏതെങ്കിലും ഒരു സെറ്റിലേക്ക് അസൈൻ ചെയ്യും. ആ സെറ്റിൽ വന്ന് ഏത് ബ്ലോക്കാണോ ഫ്രീ അതിലേക്ക് അതിന് പ്ലേസ് ചെയ്യാൻ പറ്റും. ഇതാണ് സെറ്റ് അസോസിയേറ്റീവ് എന്ന് പറയുന്ന മാപ്പിംഗ് ടെക്നിക്ക്. ഇത് ഡയറക്റ്റ് മാപ്പിങ്ങിൻ്റെയും അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനാണ്. ഇവിടെ ക്യാഷിനെ 64 സെറ്റായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സെറ്റിൽ 2 ബ്ലോക്ക്. അപ്പോൾ ഇത് 2 വേ മാപ്പിംഗ് ആണ്, 2 വേ അസോസിയേറ്റീവ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾ. അപ്പോൾ ഇവിടുത്തെ മെമ്മറി ബ്ലോക്ക് 0, 64, 128 ഇതെല്ലാം ബ്ലോക്ക് 0യിലേക്കും, ബ്ലോക്ക് 0 അല്ല സെറ്റ് 0യിലേക്ക് മാപ്പ് ചെയ്യപ്പെടും. ഇനി മെമ്മറി അഡ്രസ്സ് ഇവിടെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ ഓർഡർ 4 ബിറ്റ് അത് ഏത് വേർഡാണെന്നുള്ളത്, ദെൻ ഒരു 6 ബിറ്റ് യൂസ് ചെയ്യുന്നത് ഏത് സെറ്റാണെന്ന് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ദെൻ ഹയർ ഓർഡർ 6 ബിറ്റ് ടാഗിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ഇതിൽ പ്രസൻ്റ് ആയിട്ടുണ്ടോ, മെമ്മറി ബ്ലോക്ക് കറസ്പോണ്ടിങ് ക്യാഷ് ബ്ലോക്കിൽ പ്രസൻ്റ് ആയിട്ടുണ്ടോ എന്നറിയാം. സെറ്റിൻ്റെ ബിറ്റ് യൂസ് ചെയ്യുന്നത് ആ സെറ്റിൽ പ്രസൻ്റ് ആയിട്ടുണ്ടോ അല്ലെ അതിൻ്റെ സെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് 6 ബിറ്റ് സെറ്റായിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി സെറ്റ് അസോസിയേറ്റീവ് മാപ്പിങ്ങിൻ്റെ ആണ് ഒരു എക്സാമ്പിൾ നോക്കാം. ലോവർ ഓർഡർ 4 ബിറ്റ് അതിൻ്റെ വേർഡിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ദെൻ 6 ബിറ്റ് യൂസ് ചെയ്യുന്നത് അതിൻ്റെ സെറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ 6 ബിറ്റ് ചേർന്ന് അതിൻ്റെ ഡെസിമൽ നോക്കുമ്പോൾ 63 എന്ന് പറയും. അതുപോലെ തന്നെ ടാഗ് ബിറ്റ് കമ്പയർ ചെയ്ത് നോക്കുക. ടാഗ് ബിറ്റും അഡ്രസ്സിൽ പറഞ്ഞിരിക്കുന്ന ടാഗ് ബിറ്റും ഈ കറസ്പോണ്ടിങ് സെറ്റിൻ്റെ
ടാഗ് ബിറ്റും തമ്മിൽ നോക്കുമ്പോൾ മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ ബ്ലോക്ക് അവിടെ പ്രസൻ്റ് ആണ്. അപ്പോൾ ഇവിടെ കിട്ടി 63 എന്നും 12 എന്നുമാണ്. ഇതിൻ്റെ അർത്ഥം 63ാമത്തെ സെറ്റിൽ നോക്കുക, അതിൽ 2 ബ്ലോക്ക് ഉണ്ടാവും. ആ ബ്ലോക്കിലെ 12ാമത്തെ വേർഡ്. ഇപ്പോൾ 2 ഓപ്ഷൻ ഉണ്ട് അല്ലേ. 63ാമത്തെ സെറ്റിൽ നോക്കിയാൽ അതിന് 2 ഓപ്ഷൻ ഉണ്ട്. 2 ബ്ലോക്കിൽ ഏത് വേണമെങ്കിലും ആവാം. അതിൽ 12ാമത്തെ. അപ്പോൾ ടാഗ് മാച്ച് ചെയ്യുന്ന ബ്ലോക്ക് നോക്കണം. 63ാമത്തെ ബ്ലോക്ക് സെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അവിടെ 2 ബ്ലോക്ക് ഉണ്ടാവും. അപ്പോൾ അത് 2ൽ ഏത് ബ്ലോക്കാണ്, അതിലേതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ടാഗ് ബിറ്റുള്ളത്. ടാഗ് ബിറ്റ് മാച്ച് ആവുന്ന ബ്ലോക്ക് എടുക്കുക. ആ ബ്ലോക്കിൻ്റെ 12ാമത്തെ വേർഡ് അതാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയാണ് 3 മാപ്പിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാപ്പിംഗ് എന്തിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡയറക്റ്റ് മാപ്പിംഗ്, അസോസിയേറ്റീവ് മാപ്പിംഗ്, സെറ്റ് അസോസിയേറ്റീവ് മാപ്പിംഗ്, ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടുതലായിട്ടുള്ള എക്സാമ്പിൾസ് അടുത്ത ലെക്ചറിൽ പറയാം. താങ്ക് യു.